നമസ്കാരം. ഇന്ന് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ് നിയാസിമൈഡ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ഏത് രൂപത്തിൽ, നമുക്കൊരു സിറം രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏത് സമയത്ത് ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഒരു ഉത്തരവാണ്. അതുപോലെ തന്നെ ഇതൊരു വൈറ്റമിൻ B3 എന്നുള്ളൊരു വൈറ്റമിനാണ്, വാട്ടർ സോലുബിൾ വൈറ്റമിനാണ്, നിക്കോട്ടിനാമൈഡ് എന്നതിന് പറയാറുണ്ട്. അപ്പം ഇത് പലപ്പോഴും തന്നെ നമുക്ക് സ്കിന്നിലേക്ക് കിട്ടാൻ ഏറ്റവും ലൈറ്റായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാനും വളരെയധികം ഇഫക്റ്റ് തരാനും, സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കാൻ, കോംപ്ലക്ഷൻ കൂട്ടാൻ, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ, ഡാർക്ക് സ്പോട്ട് പോവാനും, ഫൈൻ ലൈൻസ് മാറ്റാൻ, ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു നിയാസിമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു സിറം നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഷീക്ക് ന്യൂട്രിക്സിൻ്റെ അതൊരു ഫേസ് സിറം, ഔട്ട്ഷൈൻ ഫേസ് സിറം ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വളരെയധികം അമേസിങ് ആയിട്ടുള്ളത്. നിയാസിമൈഡ്, ആബ്യൂറ്റിൻ, ഗ്ലൂട്ടാതയോൺ അല്ലെങ്കിൽ വൈറ്റമിൻ സി, ഇതൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് സ്കിന്നിൽ വളരെ നല്ല മാജിക്കൽ റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഫേസ് സിറത്തിനെ കുറിച്ച് നമുക്കൊക്കെ അറിയുന്നതാണ്. ഇനിയിപ്പം ഇത് പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ പോലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഫക്റ്റ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. ഇനി അതിലൊരു സംശയമൊന്നും വേണ്ട. കാരണം നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഇതിലുള്ളൂ. പിന്നെ ഇത് കൊറിയൻ മെയ്ഡാണ് എങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫോർമുലേഷൻ. പിന്നെ ഒരു ലോ കോൺസെൻട്രേഷനിലായതുകൊണ്ട് പോലും ഇത് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ പാരാബൻ, സിലിക്കോണൊക്കെ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉപയോഗരീതി എന്ന് പറയുമ്പോൾ ഒരു 4-5 ഡ്രോപ്സ് നമ്മൾ മസാജ് ചെയ്തൊന്ന് ജെൻ്റലി ഒന്ന് പാറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് അബ്സോർപ്ഷൻ നടക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഉപയോഗിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാവിലെ മോർണിംഗ് സ്കിൻ കെയറിലോ നൈറ്റ് സ്കിൻ കെയറിലോ ഒക്കെ നമുക്ക് 2 നേരമായിട്ട് ഉൾപ്പെടുത്താം. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് മേക്കപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഇനി എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മൈൽഡായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അതും ക്രീം അപ്ലൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപേ ആയിട്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടി സൂചിപ്പിച്ചു എന്നുള്ളേ ഉള്ളൂ. ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 10% ഡിസ്കൗണ്ട് കിട്ടാനുള്ള കൂപ്പൺ കോഡും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യാം. അതുപോലെ നമുക്കിത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിട്ട് നിലനിർത്താനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അതിനൊരു ലോങ് ടേമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ നിയാസിമൈഡ് ഉള്ളതുകൊണ്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, ഡാർക്ക് സ്പോട്ട്, അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറിനെ ഒന്ന് സ്ട്രോങ് ആക്കാനും നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫേസിൽ മറ്റൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് ആ കരുവാളിപ്പൊക്കെ മാറി ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഫേസ് ഡള്ളാവുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഷീറ്റ് മാസ്ക്. ഇത് തന്നെ നമുക്ക് ഒരു വീക്കെൻഡിൽ നമ്മുടെ ഒരു പാമ്പർ ടൈമിലൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15-20 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു മൈൽഡ് മസാജ് കൊടുത്തിട്ട് ഫേസ് ക്ലീൻ ആക്കി എടുക്കാം. ഇതും തന്നെ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കിട്ടുന്ന ഒന്നാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൻ്റെ പുറമെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തവണയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു ഫേസ് സിറവും അതുപോലെ തന്നെ ഷീറ്റ് മാസ്കും ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് വാങ്ങാം. കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്, 10% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. നിയാസിമൈഡ് അടങ്ങിയിട്ടുള്ളതും അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടാതയോണും ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടും വൈറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് സ്കിന്നെ നമുക്കൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെയാണ് ഇത് പോഴ്സ് കൂടുതൽ എൻലാർജ്ഡ് ആയിട്ട് പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാനും അതുപോലെ ചുളിവുകൾ വരുന്നത് തടയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതൊരു കാര്യമാണ്. ഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായാലും കൊളാജൻ പ്രൊഡക്ഷനൊക്കെ കൂട്ടുന്നതുകൊണ്ട് ആ ഒരു ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചുളിവുകളും അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രായത്തിന് മുൻപേ വരുന്നൊക്കെ ഉണ്ടെങ്കിൽ തടയാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് വീട്ടിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെയുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിറംസും ഇതുപോലെ ഉപയോഗപ്പെടുത്താം.
സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്കിൻ ഗ്ലോ ഫേസറുമാണ് ഇത്. ശംഖുപുഷ്പമാണ് ഉപയോഗിച്ചിട്ടുള്ള, നീല ശംഖുപുഷ്പം അല്പം നല്ല ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം എടുത്തിട്ട് പൂ മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബ്ലൂ വാട്ടർ കിട്ടും. അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് അലോവേര ജെല്ലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിലുമാണ് ചേർത്തിട്ടുള്ളത്. അതിന് പുറമെ ഞാനിതിൽ ഇത് ഓപ്ഷണലാണ്, കുങ്കുമാതി ഓയിൽ ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്കിൻ കെയർ ഓയിലും കൂടെ ചേർത്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സിറം രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബോട്ടിലിൽ എടുത്ത് വെക്കാം. അതല്ലെങ്കിൽ കുറച്ചൊന്ന് ലൂസായിട്ടാണെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കി വെച്ചാലും മതി. അത് ഒന്ന് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സിറം ബോട്ടിലാണെങ്കിൽ അല്പം ഒന്ന് ഡ്രോപ്പായിട്ട് ചേർത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചെറുതായൊരു മസാജ് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കിടക്കാം. ഇത്തരം ഹോം മെയ്ഡ് സിറം ആകുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാത്തതാണ് നല്ലത്. നൈറ്റ് സ്കിൻ കെയറിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെ. ഇതിപ്പം ശംഖുപുഷ്പത്തിൻ്റെ മാത്രമല്ല, മറ്റു പല സിറംസും അത് നമുക്ക് പച്ചരി വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു തവണയൊന്ന് കണ്ടു നോക്കുക. ഹൈലൂറോണിക് ആസിഡ് പോലെ തന്നെയാണ് ഇത്, നമുക്ക് സ്കിന്നിന് ഇത്രയേറെ ഗുണങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ കഴിയുന്നതും നമുക്കൊരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലൊക്കെ തന്നെ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. നേരിട്ട് നമ്മൾ സൺലൈറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ എങ്കിലും ഒന്നുകൂടെ നമുക്ക് ഇഫക്റ്റീവായിട്ട് തോന്നുന്നത് ഇത്തരം സ്കിൻ കെയർ ചെയ്യുന്ന സമയത്താണ്. ആദ്യമായിട്ട് ഫേസ് സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ സ്കിന്നിന് മാച്ച് അല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു സിറം തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞ രീതിയിൽ, ഇപ്പോൾ നിയാസിമൈഡ് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു സിറമാണ് എന്നുണ്ടെങ്കിൽ അതൊരു 5% കൂടാണ്ടെയൊക്കെ തുടക്കത്തിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ എങ്കിൽ പിന്നീട് കൂട്ടി ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. ഫസ്റ്റ് തന്നെ 10ഉം 15ഒക്കെ ഉള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. ഓരോ സ്കിൻ ടൈപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇത്തരം സിറംസ് ഉപയോഗിക്കുമ്പോൾ ഒരാഴ്ച യൂസ് ചെയ്താലും നമുക്കൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ഒരു മാറി മറിക്കുന്ന ഒരു വ്യത്യാസം വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ അത്രയും കെമിക്കൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ നാച്ചുറലായിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 1 month ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു മാറ്റം കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒട്ടും ഉപയോഗമില്ല എന്ന് പറഞ്ഞ് പലരും പറയാറുണ്ട് ചില പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. എപ്പോഴും തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ളത് മാത്രം തിരഞ്ഞെടുക്കണം. കാരണം ചിലർക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒന്നും നിങ്ങൾ ഇതുപോലുള്ളത് നല്ല ആക്നെ ബ്രേക്ക്ഔട്ട്സ് പ്രശ്നങ്ങളും ലീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അത്തരം ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്തും ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ സ്വയം പരീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനൊക്കെ കൂടുതൽ സിവിയർ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും തന്നെ നമ്മുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് സ്യൂട്ടല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം പിന്നീട് കണ്ടിന്യൂ ചെയ്ത് പോകരുത്. അതിപ്പോൾ ഈ കേസല്ല, ഞാൻ പറഞ്ഞ ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും ആ ഒരു കാര്യം സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കുറേ കാലം കൊണ്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അതിൽ മുൻപ് ഞാനൊരു സിറം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് ഓക്കെ തോന്നിയിട്ടുള്ള ഒന്നും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.